Hi friends, Pinnacle അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ +1 കെമിസ്ട്രി ടെക്സ്റ്റിലെ യൂണിറ്റ് നമ്പർ 13 ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ സാധാരണ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ ഇത് ഓർഗാനിക് കെമിസ്ട്രിയുടെ സബ് ഡിവിഷനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് ഹൈഡ്രോകാർബൺസ്. മെയിൻലി ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഹൈഡ്രോകാർബൺസ്, അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ, കാർബൺ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ, അത്രയുള്ള അതിൻ്റെ മീനിങ് സിമ്പിളായിട്ട്. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു? അപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ല, നമുക്ക് ഒന്നിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ മെയിനായിട്ടുള്ള കാരണം ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുമ്പോൾ, ഈ ഹൈഡ്രോ കാർബൺസ് കാറ്റഗറിയിൽ പെടുന്ന കോമ്പൗണ്ട്സുകൾ കത്തുമ്പോൾ നമുക്ക് നല്ല കുറേ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആകുന്നുണ്ട്. അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഈ ഹൈഡ്രോ കാർബൺസിനെ ഒരു ഫ്യൂവലിൻ്റെ സോഴ്സായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ ഹൈഡ്രോ കാർബൺസ് പറയുന്നത് ബെസ്റ്റ് ഒരു ഫ്യൂവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു എനർജി സോഴ്സ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫ്യൂവലാണ്. പക്ഷേ ഒരേ ഒരു കുഴപ്പം, ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രം. സോ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഡെയിലിയിലെ ലൈഫിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് പെട്ടെന്ന് ഓർമ്മയിൽ വരണമെന്നൊന്നുമില്ല. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ, നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസുകൾ, ഈവൻ നമ്മൾ മുഖത്ത് തേക്കാൻ ഉപയോഗിക്കുന്ന വാസ്ലിൻ പോലും ഹൈഡ്രോ കാർബൺസിൽ പെടുന്ന കാര്യങ്ങളാണ്. സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ് ഹൈഡ്രോ കാർബൺസ്, സോ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്, നമുക്ക് എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യാം, എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ, ഈ സെഷനിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വാട്ട് ഈസ് ഹൈഡ്രോ കാർബൺസ്? ഹൈഡ്രോ കാർബൺസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, ദാറ്റ്സ് ഓൾ. സോ സെക്കൻഡ് പോയിൻറ്റ്, ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻലി. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, സെക്കൻഡ് വൺ ഈസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആൻഡ് തേർഡ് വൺ ഈസ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. സോ +1 തന്നെ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പെടുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഓർഗാനിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ്, എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്, ദർ ഈസ് ഓൺലി സിംഗിൾ ബോണ്ട്, ദർ ഈസ് നോ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്, ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് പറയുന്നത് ആ കോമ്പൗണ്ടിൻ്റെ എവിടെയെങ്കിലും ഒരിടത്ത് അൺസാച്ചുറേഷൻ വരുന്നു. അൺസാച്ചുറേഷൻ ഇൻ ദ സെൻസ് അതർ ദാൻ സിംഗിൾ ബോണ്ട്, മീൻസ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കാറ്റഗറിയിലും പെടാതെ, മെയിൻലി അരോമാറ്റിക് കോമ്പൗണ്ട്സിന് സിമ്പിളായിട്ട് പറയുന്നത് സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് എന്നാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കാർബൺസിൽ കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഈ കാറ്റഗറി പെടുന്ന കോമ്പൗണ്ട്സിന് നമ്മൾ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ 3 കാറ്റഗറി പെടുന്ന കോമ്പൗണ്ട്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നുള്ള അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഈ ടൈപ്പ് കോമ്പൗണ്ട്സിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം. പിന്നുള്ളൊരു സബ് ഡിവിഷൻ അതിൻ്റെ ഐസോമർസമാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ എങ്ങനെ ഈ ചാപ്റ്റർ സിമ്പിളാക്കാം? എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രിയെ സമീപിക്കുന്ന ഒരു പേടിയോടുകൂടിയാണ്, അല്ലെങ്കിൽ തുടങ്ങുമ്പോഴേ ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും എളുപ്പമുള്ള 2 ചാപ്റ്ററുകളാണ് ഈ +1 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ്. ഈ 2 ചാപ്റ്ററുകൾ മനസ്സിലാക്കിയാൽ +2 നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എല്ലാം ഈസി ആയിരിക്കും. ഇത് പഠിക്കാതെ നിങ്ങൾ +2ലേക്ക് പോകാൻ, അല്ലെങ്കിൽ അതിൽ +2ലെ കെമിസ്ട്രി ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന രീതിയിൽ ഈ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിൻ്റെ അകത്ത് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടും കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും മാത്രമേ ഉള്ളൂ. പിന്നീട് ഏത് ടൈപ്പ് കോമ്പൗണ്ടുകളാണ് ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ കീഴിൽ വരുന്നത്? ആൽക്കെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ആൽക്കെയിൻസ്. ഇതിൻ്റെ അകത്തിൽ ആൽക്കെയിൻസ് വരുന്ന കാറ്റഗറിയാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്.
ആൽക്കെൻസിന് നമുക്കറിയാം CnH2n+2 എന്ന കെമിക്കൽ ഫോർമുലയിലുള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടും ആൽക്കെൻസിൽ പെടുന്നതാണ്. ഈവൻ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെൻസ് ഉണ്ട്, സൈക്ലിക് ആൽക്കെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈഡ്രോകാർബൺസിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ സാച്ചുറേറ്റഡിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ആൽക്കെയിൻ. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ദർ ഈസ് ഓൺലി സിംഗിൾ ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് കാർബൺ, സിംഗിൾ ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ആൽക്കെയിൻസ്. എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലെ എന്ന ക്ലാസ്സിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ആൽക്കെയിൻസ്. സോ ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത്, ദീസ് ആർ സാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ് ഹാവിങ് C single bond and CH single bond. So how to distinguish saturated alkane compounds? General molecular formula of alkanes നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. CnH2n+2 ആണ് ആൽക്കെയിൻസിൻ്റെ ജനറൽ മോളിക്കുലാർ ഫോർമുല. സോ ഏതെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മോളിക്കുലാർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പൗണ്ടുകളെ മാത്രമേ നമുക്ക് ആൽക്കെയിൻസ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. സോ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഫസ്റ്റ് ആൽക്കെയിനായ മീതെയിൻ, സെക്കൻഡ് ആൽക്കെയിനായ ഈതെയിൻ, ദെൻ നമ്പർ അങ്ങനെ പോകുന്നുണ്ട് 1 2 3. കാർബണിൻ്റെ എണ്ണ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ നെയിമിങ്ങിൽ തന്നെ നെയിമിങ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ ആൽക്കെയിലുള്ളെങ്കിൽ മീതെയിൻ എന്ന് പറയും, CH4. 2 കാർബൺ ആണെങ്കിൽ ഈതെയിൻ, 3 ആണെങ്കിൽ പ്രൊപ്പെയിൻ, 4 ആണെങ്കിൽ ബ്യൂട്ടൻ, 5 ആണെങ്കിൽ പെൻറ്റെയിൻ, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നെയിം മാറുന്നത്, അല്ലെങ്കിൽ ഈ നെയിമിൻ്റെ പ്രിഫിക്സ് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് കാർബൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ മോളിക്യൂൾ. സോ ആൽക്കെയിൻസിൻ്റെ ജനറൽ മോളിക്കുലർ ഫോർമുലയാണ് CnH2n+2. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ എടുത്ത് നോക്കാം ഇതിൻ്റെ ഈ ഒരു മോളിക്കുലർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മീതെയിൻ എടുത്തു കഴിഞ്ഞാൽ CH4, ഇതൊരു ആൽക്കെയിൻ ആണോ നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ അകത്തിൽ കാർബൺ 1, H4 എന്ന് പറയുമ്പോഴത്തേക്കും C1 ആണെങ്കിൽ നമ്മളെങ്ങനെ Hൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് വെച്ചാണ്. CnH2n+2 എന്ന് ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ Hൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 × N. N മീൻസ് നമ്പർ ഓഫ് കാർബൺസ്, അത് ഓൾറെഡി 1 ആണ്. അപ്പോൾ 2 × 1 + 2 ദാറ്റ് ഈസ് 4. അപ്പോൾ C1 ആണെങ്കിൽ H എപ്പോഴും 4 ആയിരിക്കണം. സോ CH4 ദാറ്റ് ഈസ് മീതെയിൻ. സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പൈനിലേക്ക് പോവാം. പ്രൊപ്പ എന്ന് പറയുമ്പോൾ എന്തായാലും 3 കാർബൺ ഉണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ C3. ഹൗ ടു കാൽക്കുലേറ്റ് H നമ്പർ എങ്ങനെ എഴുതണം? അപ്പോൾ സെയിം, H എന്ന് പറഞ്ഞാൽ H = 2n+2 ആണ്. ദാറ്റ് ഈസ് 2 × കാർബണിൻ്റെ നമ്പർ 3 + 2 ദാറ്റ് ഈസ് 6 + 2 = 8. C3H8. സോ ദിസ് ഈസ് പ്രൊപ്പൈൻ. സോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഇക്വേഷൻ എല്ലായിടത്തും, ഈ എല്ലാ ആൽക്കെയിൻസിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ആൽക്കെയിൻസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. പിന്നെ ആൽക്കെയിൻസിൻ്റെ ഈ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഹൗ ടു പ്രിപ്പയർ ദീസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 4 പ്രിപ്പറേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അതിൽ 2 നെയിംഡ് റിയാക്ഷനാണ്, നെയിംഡ് റിയാക്ഷൻ അല്ലാത്തതും സിമ്പിളായിട്ടുള്ള കാറ്റഗറി റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ആൽക്കെയിൻ കോമ്പൗണ്ട്സ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് ഹൗ ഇറ്റ് ലുക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണിത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് മീൻസ് ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയാം നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കെയിൻസ് ജനറലി, അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് ഇനേർട്ട് കോമ്പൗണ്ട് ആണ് ബേസിക്കലി. ഇനേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഹൈലി റിയാക്റ്റീവ്, സ്റ്റിൽ റിയാക്റ്റീവ് അല്ലെങ്കിൽ പോലും അത് കുറച്ച് റിയാക്ഷൻസിലൊക്കെ ഏർപ്പെടാറുണ്ട്. സോ ആ 2 കാര്യങ്ങളും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസമാണ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു നെയിം ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആൻഡ് അതിൻ്റെ റൂൾസ്, UPSC നോമൻക്ലേച്ചറും അതിൻ്റെ റൂൾസ്
and then followed by isomerism. Isomerism already first chapter നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്നാൽ പോലും ഈ ചാപ്റ്ററിലും നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ആൽക്കീൻസിൻ്റെ ഒക്കെ നോമൻക്ലേച്ചറും ഐസോമറിസും പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റായിട്ട് ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. പ്രിപ്പറേഷൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഹൗ ടു പ്രിപ്പയർ ഇൻ എ ലബോറട്ടറിയിൽ എങ്ങനെ ഈ ടൈപ്പ് കോമ്പൗണ്ട്സ് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കും. ആൽക്കീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കീൻസിൻ്റെ ജനറൽ സോഴ്സ് പെട്രോളിയം പിന്നെ നാച്ചുറൽ ഗ്യാസസുമാണ്. നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിയത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അത് മൈൻ ചെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്ന ബൈ പ്രോഡക്ട്സുകളാണ് നാച്ചുറൽ ഗ്യാസസ്. അപ്പോൾ ബേസിക്കലി പെട്രോളിയവും നാച്ചുറൽ ഗ്യാസുമാണ് ഈ ആൽക്കീൻസിൻ്റെ മേജർ സോഴ്സ്. അതുകൂടാതെ നമ്മൾ എങ്ങനെ ഇതിനെ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കും, അതാണ് നമ്മൾ പ്രിപ്പറേഷനിൽ പഠിക്കുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. ഇപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറയുകയാണ്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറയുന്നു പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ ഈ പോയിന്റിലൂടെ പറയുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്നും നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കെയിൻസിനെ സിന്തസൈസ് ചെയ്തെടുക്കാം. അതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് തന്നെ, പക്ഷേ ആ കോമ്പൗണ്ടിൽ മോളിക്കുലർ ഫോർമുലയിൽ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്, എത്തീൻ, CH2 ഡബിൾ ബോണ്ട് CH2. ദിസ് ഈസ് ദ അൺസാച്ചുറേഷൻ. ഈ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതിനെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയാം. സോ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ആൽക്കെയിൻ ഉണ്ടാക്കാം? ഇതിൻ്റെ അകത്തിലെ മെയിൻ യൂസ് ചെയ്യേണ്ട ഒരു റിയേജൻ്റാണ് മെറ്റൽസ്. ഏതെങ്കിലും മെറ്റൽ കാറ്റലിസ്റ്റുകളായ പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. ഈ മെറ്റൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ടൈപ്പ് റിയാക്ഷൻസ് നടക്കാറുള്ളൂ. സോ in the presence of this type of metal catalyst, unsaturated hydrocarbons react with the hydrogen gas H2 and gives corresponding alkane. ഈത്തൈൻ എന്ന് പറയുന്ന ആൽക്കീൻ്റെ കറസ്പോണ്ടിങ് ആൽക്കെയിനാണ് ഈത്തൈൻ. CH3 സിംഗിൾ ബോണ്ട് CH3. സോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നിന്ന് പ്ലാറ്റിനത്തിൻ്റെയോ പലേഡിയത്തിൻ്റെയോ നിക്കലിൻ്റെയോ പ്രസൻസിൽ ഹൈഡ്രജനേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈത്തൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിനായിട്ടുള്ള ഈത്തൈൻ കിട്ടും. സോ ഫസ്റ്റ് സിന്തസിസ് ഇത്രയേ ഉള്ളൂ. ഈ സിന്തസിസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ. എന്തുകൊണ്ടാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയാൻ കാരണം, നമ്മളിതിപ്പോൾ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇതൊരു ഡബിൾ ബോണ്ടാണ്. ഈ ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ഈ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോഴത്തേന് H2 ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരു സിംഗിൾ ബോണ്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ഹൈഡ്രജനെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുവാണ് ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു അഡീഷൻ റിയാക്ഷൻ എന്നും പറയാം. ഇതൊരു അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ ഒരു അൺസാച്ചുറേഷനിലോട്ട് ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇതിനെ ഹൈഡ്രോജനേഷൻ എന്ന് പറയും. അപ്പോൾ we can synthesize alkenes by hydrogenation of alkenes in the presence of metal catalysts like platinum, palladium or nickel. So we can get ethane. ഇപ്പം ഞാനൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഇഥീൻ എടുത്തു. അപ്പോൾ നമുക്കൊരു ആൽക്കൈൻ എടുത്ത് നോക്കാം. ആൽക്കൈനിൽ നിന്ന് നമുക്ക് കിട്ടുമോ? അപ്പോൾ ഒരു പ്രൊപ്പൈൻ നമുക്ക് നോക്കാം. CH3 CH ട്രിപ്പിൾ ബോണ്ട് CH. ഇപ്പോൾ CH3 4 ഓക്കെ കറക്റ്റ്.
propane plus H2 gives same platinum or palladium or nickel gives ഈ അൺസാച്ചുറേഷനിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഏത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എടുത്തും നമ്മൾ ഹൈഡ്രജനേഷൻ നടത്തി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൻ ആയിരിക്കും. ഇവിടെ കാർബൺ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. ഈ അൺസാച്ചുറേഷൻ മാറി അവിടെ സിംഗിൾ ബോണ്ട് ആകുന്നു. ആ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹൈഡ്രജൻ പോയി ആഡ് ആകുന്നു. അത്രേ ഉള്ളൂ ബേസിക് റിയാക്ഷൻ. സോ നമുക്കിവിടെ കിട്ടുന്നത് പ്രൊപ്പൈൻ CH3 CH2 CH3. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇപ്പോൾ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിലെ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് ആൽക്കെയിൻസ് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സിന്തസിസ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താണ് ആൽക്കൈൽ ഹാലൈഡ്? അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ആൽക്കൈൽ ഹാലൈഡ്. ഈ ഹാലൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാലജൻസ് ആണ്. ഹാലജൻസ് നമുക്കറിയാം ഏതൊക്കെയാണ് ഹാലജൻസ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ വരുന്നത് ഈ ഗ്രൂപ്പിലാണ്, ഹാലജൻസ്. അപ്പോൾ എന്താണ് ആൽക്കൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്? ആൽക്കൈൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മീത്തൈൻ CH4. ഈ CH4ൽ ഇപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹൈഡ്രജൻ മാറി CH3 വന്നിട്ട് ഒരു വാലൻസി ബാക്കിയുണ്ട്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ CH3 ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ മീത്തൈൽ എന്ന് പറയും. ആൽക്കൈൽ എന്നുള്ള ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഒരു ഹൈഡ്രജൻ മീത്തൈൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മീത്തൈലായി. ആൽക്കൈലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൽക്കൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറലായിട്ടുള്ള നെയിമാണ്. ആൽക്കൈൽ എന്ന കാറ്റഗറി പെടുന്ന ആ ഗ്രൂപ്പുകളെ ഞാൻ പറയുകയാണ്. ഇപ്പം ഒരു കാർബണേ ഉള്ളെങ്കിൽ ആ ഒരു കാർബണുള്ള ആൽക്കൈൻസിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു കാർബണുള്ള ആൽക്കൈൻ എന്ന് പറയുമ്പോൾ മീത്തൈൻ, ഒബ്വിയസ്ലി മീത്തൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറുമ്പോഴത്തേന് മീത്തൈലായി. അത് ഇതിപ്പോൾ C2H6 ആയിരുന്നു, ഈ തൈൻ ആയിരുന്നെങ്കിൽ C2H6 ആയിരുന്നെങ്കിൽ ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയി, ഹൈഡ്രജൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ C2H5 ആയി. ഈ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നതാണ് ഈത്തൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൽക്കൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് 1-2 ഇങ്ങനെ കാർബണിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൊണ്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഒരു ആൽക്കൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആൽക്കൈൽ ഗ്രൂപ്പായി മാറി. എങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് നെയിം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺസിൻ്റെ എണ്ണം അനുസരിച്ച്. ഇപ്പോൾ മീത്തൈൽ നിന്നൊരു ഹൈഡ്രജൻ മാറിക്കഴിഞ്ഞാൽ മീതൈൽ, ബ്യൂട്ടൈനിൽ നിന്നൊരു ഹൈഡ്രജൻ മാറി കഴിഞ്ഞാൽ ബ്യൂട്ടൈൽ, അങ്ങനെ നമുക്ക് പ്രൊപ്പൈൽ, അങ്ങനെ നമുക്ക് നെയിം കൊടുക്കാം. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി നമ്മളത് CH3 ആക്കി, ഒരു ബോണ്ട് ബാക്കിയുണ്ട്. അതിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാലജൻ യൂസ് ചെയ്യുന്നു. ഹൈഡ്രജനെ മാറ്റി നമ്മളൊരു ഹാലജനെ കൊടുത്തു. ക്ലോറിനോ ഫ്ലോറിനോ ബ്രോമിനോ അയഡിൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതെന്തായി? ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ക്ലോറോമീഥൈൻ. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ആൽക്കൈൻ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഇപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എന്താണെന്ന് ക്ലിയറായി. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കൈൻ സിന്തസൈസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഞാൻ എടുത്തു, മീഥൈൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റി അവിടെ ക്ലോറിനാക്കി, ക്ലോറോമീഥൈനെ റിഡക്ഷൻ നടത്തുക. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഓൾറെഡി നമുക്കറിയാം റിഡക്ഷൻ, ഓൾറെഡി ഓക്സിഡേഷൻ റിഡക്ഷനും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്, അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ്, റിമൂവൽ ഓഫ് ഓക്സിജന്, അഡീഷൻ ഓഫ് ഓക്സിജന്, റിമൂവൽ ഓഫ് ഹൈഡ്രജന്, അഡീഷൻ ഓഫ് ഹൈഡ്രജന്, ഇതൊക്കെ ഇങ്ങനത്തെ പല പല രീതിയിൽ നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന രീതിയിൽ ഹൈഡ്രജനെ ഈ ആൽക്കൈൽ ഹാലൈഡിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡയലൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൻ. അപ്പോൾ മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോമീഥൈൽ നിന്ന് റിഡക്ഷൻ നടത്തി ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡയലൂട്ട് HCl ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈനും കിട്ടുന്നുണ്ട്, ബൈ പ്രോഡക്റ്റായിട്ട് HCl. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സിമ്പിൾ റിയാക്ഷനാണ്. ഇവിടുന്ന് Cl മാറിയിട്ട് ഒരു ഹൈഡ്രജൻ
CH3 ആയിട്ട് ചേർന്ന് CH4 ആവുന്നു. ലെഫ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് ചേർന്ന് HCl ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇവിടെ HCl ബൈ പ്രോഡക്റ്റ് ആയത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈഥെയ്ൻ ആൽക്കൽ ഹാലൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലോറോ ഈഥെയ്ൻ ഇതന്നെ നമ്മൾ റിഡക്ഷൻ നടത്തുകയാണ്. പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് ഡൈലൂട്ട് HCl ഗീവ്സ് ഈഥെയ്ൻ പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl. അപ്പോൾ ഇതൊരു സിമ്പിൾ റിയാക്ഷനാണ്. ആൽക്കൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെ ഒരു ആൽക്കേനെ സിന്തസൈസ് എടുക്കാം. പിന്നെ അടുത്തത് തന്നെയാണ് ആ സെയിം ആൽക്കൽ ഹാലൈഡിൽ നിന്ന് വേറൊരു മെത്തേഡ് കൂടെ നമുക്ക് ആൽക്കേനെ സിന്തസൈസ് എടുക്കാം. ഇതിനെ നമ്മൾ ഈ ഒരു റിയാക്ഷൻ, ഈ ആൽക്കൽ ഹാലൈഡിൽ നിന്ന് ഈ ആൽക്കേനെ സിന്തസൈസ് എടുക്കുന്ന റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു നെയിംഡ് റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നമ്മൾ വുഡ്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വുഡ്സ് റിയാക്ഷൻ? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ സെയിം ആണ്, ആൽക്കൽ ഹാലൈഡ് തന്നെയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. പക്ഷേ ഇവിടുത്തെ റിയേജൻ്റ് വ്യത്യാസമുണ്ട്. സോ ഇവിടുത്തെ റിയേജൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ സോഡിയവും ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലുമാണ് ഈ റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഓഫ് സെയിം ആൽക്കൽ ഹാലൈഡ്. ഇവിടെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു ഹാലൈഡാണ് എടുത്തേക്കുന്നത്. ബ്രോമിനാണ് ഇവിടുത്തെ ഹാലൈഡിനായിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ ഞാൻ 2 മോളിക്യൂൾസ് ബ്രോമോ മീഥെയിനും 2 മോള് സോഡിയവും മെറ്റലുമാണ് എടുത്തേക്കുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൽ ഈ റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് നമുക്ക് ആൽക്കെയിൻ കിട്ടി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈവൻ നമ്പർ ആൽക്കെയിൻസിനാണ് കിട്ടുന്നത്. മീൻസ് ഇവിടെ 2, 4, 6, 8 ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. നമുക്കിവിടെ ഈ ഓഡ് നമ്പറിലുള്ള പ്രോഡക്ട്സ് വുഡ്സ് റിയാക്ഷൻ വഴി നമുക്ക് കിട്ടത്തില്ല. മീൻസ് പ്രൊപ്പെയിൻ, പെൻറ്റെയിൻ ഒന്നും നമുക്ക് ഈ റിയാക്ഷൻ വഴി കിട്ടത്തില്ല. കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ സെയിം ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ എടുക്കുമ്പോഴത്തേന് 2 മോൾസ് ഞാൻ പറഞ്ഞു ഇപ്പം ബ്രോമോ ഈഥെയ്നാണ് എടുത്തേക്കുന്നത്. പക്ഷേ അത് രണ്ടും സെയിം ആൽക്കൽ ഹാലൈഡ് ആയിരിക്കണം. സെയിം ആൽക്കൽ ഹാലൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈവൻ നമ്പറിലുള്ളൊരു ആൽക്കിൻ കിട്ടത്തുള്ളൂ. സോ 2 മോൾസ് ഞാൻ എടുത്തേക്കുന്നത് ബ്രോമോ മീഥെയിൻ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിനെ മെറ്റൽ സോഡിയം മെറ്റലും ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈഥെയ്ൻ കിട്ടി. സോ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഹയർ ആൽക്കെയിനെ ഈ വുഡ്സ് റിയാക്ഷൻ വഴി നമുക്ക് സിന്തസൈസ് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ബ്രോമോ മീഥെയിനെ ഞാൻ എടുത്തുള്ളൂ. ഇപ്പോൾ ബ്രോമോ മീഥെയിൻ ആണെങ്കിൽ പോലും നമുക്ക് 2 മോൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്യൂട്ടൈൻ കിട്ടും. മീൻസ് ഇവിടെ ഒരു ഈഥെയ്ൻ ബ്രോമോ ഈഥെയിൻ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ബ്യൂട്ടൈൻ കിട്ടും. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ C2H5. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വീണ്ടും ആ ഒരു ഹാലജനെ മാറ്റി ക്ലോറിനാക്കി പ്ലസ് 2Na പ്ലസ് C2H5Cl C2H5 ഇങ്ങനെ എടുക്കാം നമുക്ക്. അതർവൈസ് ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ. ഇപ്പോൾ 2 മോൾസ് ഇഥൈൽ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയ്ൻ എടുത്ത് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹയർ ആയിട്ടുള്ള ആൽക്കെയിൻ ബ്യൂട്ടൈനെ കിട്ടും. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ, WRTZ, വുഡ്സ് റിയാക്ഷൻ. ഇറ്റ് ഈസ് എ നെയിംഡ് റിയാക്ഷൻ. ഇതൊരു നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇച്ചിരി സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. കാരണം ഇതൊരു നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട്. സോ ഇതിൻ്റെ അത് ഞാൻ ആദ്യമേ പറഞ്ഞു, എടുക്കുമ്പോൾ 2 മോൾസ് എന്തായാലും ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. ഇവിടെ ബ്രോമോ മീഥെയിൻ ആണെങ്കിലും ശരി, ബ്രോമോ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയിൻ ആയാലും ശരി, 2 മോൾസ് എടുക്കണം. പക്ഷേ എടുക്കുമ്പോൾ ഇത് 2 മോൾസും സെയിം ആയിരിക്കണം. അപ്പം ഓൾറെഡി ടെക്സ്റ്റിൽ ചോദിച്ചേക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മളിപ്പം ഈ എടുക്കുന്ന 2 ആൽക്കൈൽ ഹാലൈഡ് ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ടേക്സ് 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ഫോർ വുഡ്സ് റിയാക്ഷൻ ഫോർ ദ സിന്തസിസ് ഓഫ് ഹയർ ആൽക്കൈൻസ്? സോ അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്. നമ്മളിപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എടുക്കും. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ CH3Br ബ്രോമോ മീഥെയിൻ പ്ലസ് 2Na പ്ലസ് നമുക്കിവിടെ ഒരു ബ്രോമോ ഈഥെയിൻ എടുക്കാം, C2H5Br. സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമോ
റിയാക്ഷൻ ഒബ്വിയസ്ലി റിയാക്ഷൻ നടക്കും. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കില്ല, ഇവിടെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ഉണ്ടാകും. സോ ഇവിടെ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CH3 C2 C4 2n plus 2 into 4 plus ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും. മീൻസ് ഇപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CH3Br CH3Br തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അല്ലാതെ ഇത് രണ്ടും കൂടെ ചേർന്നുള്ളൊരു പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഇത് രണ്ടും മാത്രം 2 മോൾസ് ഇതിൻ്റെ തന്നെ റിയാക്ട് ചെയ്തിട്ടൊരു പ്രോഡക്റ്റ് കിട്ടും. സോ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ 2 മോൾസ് അല്ലെങ്കിൽ ഇക്വേഷനിൽ എഴുതുമ്പോൾ 1 മോൾ റിയാക്ട് ചെയ്യും, അത് നമ്മൾ ബാലൻസ് ഇക്വേഷനായിട്ടാണ് എഴുതുന്നത്. അല്ലാതെ നമ്മൾ ഒരു റിയേജൻറ്റ് ലാബിൽ സിന്തസിസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത്ര ml അല്ലെങ്കിൽ ഇത്ര ഇക്വലൻ്റ് വെച്ചാണ് ഓരോ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ ml അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, എത്ര ml റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഇത്രയും മിക്സർ കിട്ടുമ്പോൾ തന്നെ ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ കാർബണിൻ്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, മീൻസ് ഇതിനെ ഡിസ്റ്റിലേഷൻ നടത്തി അല്ലെങ്കിൽ ഇതിനെ 3 ഡിഫറെൻറ്റ് പ്രോഡക്റ്റാണെന്ന് നമുക്കറിയാം, ഇതിനെ 3 ഡിഫറെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഈസി ഈസി ടെക്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എനർജി വേണ്ട ടെക്നിക്കൽ, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴിയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് 100% പ്യുവറായിട്ട് ഇതിനെ ഈ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കും, പക്ഷേ നമുക്ക് പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ വുഡ്സ് റിയാക്ഷൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തിൽ ഒരേ ഒരു കണ്ടീഷൻ പറയുന്ന വുഡ്സ് റിയാക്ഷനിൽ സെയിം ആൽക്കൈൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, ആൽക്കൈൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ റിയാക്ഷൻ നടന്ന് നമുക്ക് ഹയർ ആയിട്ടുള്ള ആൽക്കൈൻസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള മെയിൻ പോയിൻറ്റ് ഈവൻ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് മാത്രമേ നമുക്ക് കിട്ടും. സോ പ്രിപ്പറേഷനിൽ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറയുന്ന ആൽക്കൈൻസ് കിട്ടും, ഹയർ ആൽക്കൈൻ കിട്ടും. സെക്കൻഡ് ഫ്രം ആൽക്കൈൽ ഹാലൈഡിൽ സിങ്കിൻ്റെ പ്രസൻസിൽ സിങ്ക് ആൻഡ് ഡയലൂട്ട് HCl, അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ തന്നെ വുഡ്സ് റിയാക്ഷൻ്റെ അത് ഒരിക്കലും മറക്കരുത്. അതിൻ്റെ അകത്ത് സോഡിയം മെറ്റലും ഡ്രൈ ഈതറിൻ്റെ സൊല്യൂഷൻ, ഡ്രൈ ഈതറാണ് അവിടുത്തെ റിയാക്ഷൻ മീഡിയ. സോ അത് മറന്നു പോകാതിരിക്കുക. സോ നമ്മൾ മൂന്നാമത്തെ സിന്തസിസ് ഫ്രം കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസിനെ സിന്തസൈസ് ചെയ്ത് എടുക്കാം. സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് മൂന്നാമത്തെയാണ് ഫ്രം കാർബോക്സിലിക് ആസിഡ്. സോ കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. സോ ഇത്തരം കോമ്പൗണ്ട്സിനെയാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഫ്രം എങ്ങനെ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് കഴിഞ്ഞ് ആൽക്കൈൻസിനെ സിന്തസിസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട്, ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ട് എടുക്കുക. ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിലെ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇതെല്ലാം മീൻസ് എങ്ങനെയാണ് ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ കാർബോക്സിലിക് ആസിഡ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡിനെ നമുക്ക് എഴുതാം CH3COOH. ഇതാണ് അസറ്റിക് ആസിഡ്. ഓർ എത്തനോയിക് ആസിഡ് വരാൻ കാരണം 2 കാർബൺ ഉള്ളതുകൊണ്ടാണ് ഈ എത്തനോയിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൻ്റെ സഫിക്സ് ആണ് ഓയിക് ആസിഡ്. സോ അസറ്റിക് ആസിഡ് ഇതിൻ്റെ സോഡിയം സോൾട്ട് നമ്മൾ എടുക്കുകയാണ്. സോഡിയം സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എങ്ങനെ എടുക്കണം? ഈ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു സോഡിയം വരുന്നു. സോ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജും വരും, ഓക്സിജന് നെഗറ്റീവ് ചാർജും വരും. സോ ഇതാണ് സോഡിയം സോൾട്ട് ഓഫ് എ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡാണ്. അപ്പോൾ ഇതിനെ സോഡിയം അസറ്റേറ്റ് നമുക്ക് എഴുതാം. സോ സോഡിയം അസറ്റേറ്റ് ഇതാണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. സോ ഇതിൽ നിന്ന് നമ്മൾ ആൽക്കൈനെ സിന്തസൈസ് ചെയ്ത് എടുക്കുകയാണ്. സോ ഈ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേര് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അസറ്റിക് ആസിഡ് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് ഉള്ള പ്രത്യേകത 2 കാർബണുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 1 കാർബൺ കുറവായിരിക്കും. എന്ന് വെച്ചാൽ 2 കാർബണിൽ 1 കാർബൺ പോയി കഴിഞ്ഞാൽ 1 കാർബണേ ഉള്ളൂ. 1 കാർബണുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത്. അത് മീൻസ് ഇപ്പം 2 കാർബണുള്ള അസറ്റിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ആൽക്കൈൻ ഒബ്വിയസ്ലി 1 കാർബണുള്ള ആൽക്കൈൻ ഏതാ? മീത്തേൻ. ഒബ്വിയസ്ലി മീത്തേനാണ്. സോ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയേജൻസ് യൂസ് ചെയ്യണം. ഒബ്വിയസ്ലി നമ്മൾ റിയേജൻസ് യൂസ് ചെയ്താൽ പറ്റത്തുള്ളൂ. സോ ഇവിടുത്തെ റിയേജൻ്റാണ് സോഡ ലൈം. സോഡ ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സർ ഓഫ് NaOH പ്ലസ് കാൽസ്യം ഓക്സൈഡ്. സോ സോഡ ലൈമിൻ്റെ പ്രസൻസിൽ നമ്മൾ സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡിനെ എടുക്കുക, ഹീറ്റ് ചെയ്യുക. ഹീറ്റിംഗ് ഇവിടെ നിർബന്ധമാണ്. സോ സോഡിയം അസറ്റേറ്റിനെ സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്യിച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. ഇതാണ് റിയാക്ഷൻ. സോ നമുക്ക് കിട്ടുന്ന മീത്തേൻ, ഒബ്വിയസ്ലി മീത്തേനാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. മീൻസ് ഇവിടുന്ന് 1 കാർബൺ മിസ്സായിപ്പോകുന്നു. ആ മിസ്സായിപ്പോകുന്ന കാർബൺ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടുന്ന് ഈ COO ഗ്രൂപ്പ് നമുക്ക് പോവാം. സോ ഈ ഗ്രൂപ്പ് പോയിട്ട് അവിടെ CO2 ഗ്യാസായിട്ടാണ് പോകുന്നത്. സോ ഈ റിയാക്ഷനിൽ CO2 കാർബോക്സിലിക് ആസിഡിൻ്റെ പാർട്ടായിട്ടുള്ള CO2 ഇവിടുന്ന് ഇവോൾവ് ആയി ഗ്യാസായിട്ട് നമുക്ക് പോവുകയാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട്. സോ ഇതിനെ ഡീകാർബോക്സിലേഷൻ എന്നാണ് പറയുന്നത്. റിമൂവൽ ഓഫ് CO ഗ്രൂപ്പ് ബൈ ഓൺ ഹീറ്റിംഗ് കൊണ്ടാണ് ഈ ഡീകാർബോക്സിലേഷൻ ഇവിടെ നടക്കുന്നത്. സോ ഈ റിയാക്ഷൻ നമുക്കൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്നും പറയാം. വൈ? ബിക്കോസ് ഓഫ് റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ നടക്കുന്നുണ്ട്. റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇതിനെ ഡീകാർബോക്സിൽ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. സോ സോഡിയം സോൾട്ട് ഓഫ് എനി കാർബോക്സിലിക് ആസിഡ് ഗിവ്സ് ആൻ ആൽക്കെയിൻ വിത്ത് എ കാർബൺ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ പേരൻറ്റ് കാർബോക്സിലിക് ആസിഡ്. ഇതാണ് ഈ റിയാക്ഷൻ. സോ ഇവിടെ ഡീകാർബോക്സിലേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ബൈ പ്രോഡക്റ്റ് കൂടെ Na2CO3. ഇതാണ് സിമ്പിൾ റിയാക്ഷനാണ്. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ആൽക്കൈനെ സിന്തസൈസ് ചെയ്തെടുക്കാം. ഇതാണ് സോഡിയം അസറ്റേറ്റിനെ സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, ഹീറ്റ് ചെയ്യുക, നമുക്ക് മീതേനെ കിട്ടും. മീതേൻ കിട്ടാൻ കാരണം ഇവിടുന്ന് അസറ്റിക് ആസിഡിൻ്റെ അകത്ത് 2 കാർബൺ ഉണ്ട്. അതിൻ്റെ അകത്തിൽ 1 കാർബൺ ഡീകാർബോക്സിലേഷൻ CO2 ഗ്യാസായിട്ട് റിമൂവ് ആവുന്നു. ബാക്കി നമുക്ക് CH4 ആയി മാറുന്നു. ഇതാണ് റിയാക്ഷൻ. സോ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കൈൻ എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു പോയിന്റ് മറന്നു പോകാനേ പാടില്ല. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. നമ്മളിവിടെ ബൈ പ്രോഡക്റ്റായിട്ട് CO2 ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു ആ എൻറ്റയർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ നിന്ന്. സോ നമുക്ക് മനസ്സിലായി എങ്ങനെ ഒരു കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ഒരു ആൽക്കൈൻ സിന്തസിസ് ചെയ്യാം. സോ ഇതാണ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് സിന്തസിസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ. ആ മെത്തേഡും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ആൻ നെയിംഡ് റിയാക്ഷൻ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നെയിംഡ് റിയാക്ഷനാണ്. സോ അത് എന്ന് പറയുന്നത് കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡാണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കൈൻസിനെ സിന്തസിസ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞു ഓൾറെഡി. രണ്ടാമത്തെ മെത്തേഡാണ് കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഇതൊരു നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. മീൻസ് ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നുള്ള മെക്കാനിസമാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. സോ ഇച്ചിരി ശ്രദ്ധയോടുകൂടി ഇരിക്കണം. സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഇലക്ട്രോലിറ്റിക് റിയാക്ഷൻ, ഇതിൻ്റെ അകത്ത് പറയുന്ന ഇലക്ട്രോലിറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഇലക്ട്രോളിസിസ് റിയാക്ഷനാണ്. ഇലക്ട്രോളിസിസ് നമുക്ക് പറയുമ്പോൾ അറിയാം, ഒരു ആനോഡും കാഥോഡും യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു മീഡിയം ഉണ്ട്. സോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ
നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. മുമ്പേ പറഞ്ഞ റിയാക്ഷനിൽ തന്നെ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഇലക്ട്രോളിസിസ് അക്വസ് സൊല്യൂഷനാണ് എടുക്കേണ്ടത്. അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിനെ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ആൽക്കൈൻസ് കിട്ടും. ഹയർ ആൽക്കൈൻസ് അല്ലെങ്കിൽ നമുക്ക് ഏത് ആൽക്കൈൻസ് ആണോ വേണ്ടത് അതിന് വേണ്ട നമ്മുടെ നീഡ് അനുസരിച്ച് കൊണ്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ ഞാൻ നേരത്തെ എടുത്ത സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. സോ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് സോഡിയം അസറ്റേറ്റ് തന്നെയാണ്. CH3 C ഡബിൾ ബോണ്ട് O C അല്ല O N. സോ ഇത് തന്നെയാണ് ഞാൻ മുമ്പ് എഴുതിയ CH3 COON. ഇത് രണ്ട് സെയിം ആണ്. ഇത് കാർബോക്സിലിക് CO ഗ്രൂപ്പിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് എഴുതിയാലും കറക്റ്റാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. സോ കാർബോക്സിലിക് ആസിഡ് എടുത്തു. ഇതിനെ അക്വസ് സൊല്യൂഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാണ് ഞാൻ പറയുന്നത്. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേന് അവിടെ അക്വസ് എന്ന് പറയുമ്പോഴേ വാട്ടർ വേണം. സോ ഇവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു പ്ലസ് H2O. റിയാക്ഷൻ്റെ പേര് ഇതൊരു ഇലക്ട്രോലൈസിസ് റിയാക്ഷനാണ്. ഇലക്ട്രോലൈസിസ് റിയാക്ഷനാണ്. നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇലക്ട്രോലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കറണ്ട്, ലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. സോ ഇവിടെ സോഡിയം അസറ്റേറ്റ് എടുത്തേക്കും. നമ്മളിവിടെ എടുക്കുമ്പോഴത്തേന് അക്വസ് സൊല്യൂഷൻ സോഡിയം അസറ്റേറ്റ് ആണ് എടുത്തേക്കുന്നത്. സോ ഇവിടെ നമ്മൾ 2 മോൾസാണ് എടുക്കുന്നത്. 2 മോൾസാണ് എടുക്കുന്നത്. സോ റിയാക്ഷനിൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. സോ സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഈഥെയ്ൻ CO2 ഗ്യാസ് പ്ലസ് H2. സോ കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു അക്വസ് സൊല്യൂഷൻ എടുക്കുക, സോഡിയം സോൾട്ട് ഓഫ് ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷൻ എടുക്കുക, അതിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ആൽക്കൈൻ കിട്ടും. സോ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും 2 മോൾ എടുക്കണം. 2 മോൾ എടുത്താൽ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. സോ നമുക്ക് റിയാക്ഷൻ കിട്ടി. അപ്പോൾ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, H2 ഗ്യാസ് പ്ലസ് അവിടെ ഒരു എണ്ണ ഉണ്ട്, അത് NaOH ആയിട്ട് പോകും. സോ എല്ലാ ബൈ പ്രോഡക്ട്സും ഓർമ്മ പെട്ടെന്ന് കിട്ടുന്നില്ല, ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതൊക്കെ ബൈ പ്രോഡക്ട്സ് കിട്ടുമെന്നൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിലും പ്രോഡക്റ്റ് എന്തായാലും നമുക്ക് അറിഞ്ഞിരുന്നേ പറ്റൂ. പിന്നെ കാർബൺ ഡയോക്സൈഡ് 1-2 ബൈ പ്രോഡക്റ്റുകൾ എന്തായാലും ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് റിയാക്ഷൻ. സോ എങ്ങനെ ഈ റിയാക്ഷൻ നടക്കുന്നു എന്ന് പറയുന്നത് 2-3 സ്റ്റെപ്പിലുള്ള റിയാക്ഷൻ. കാരണം ഞാൻ പറയും ഇലക്ട്രോലൈസിസ് ആകുമ്പോഴത്തേന് അവിടെ ഒരു ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയം വേണം. അവിടുത്തെ മീഡിയം വാട്ടർ മീഡിയം തന്നെയാണ്. പിന്നെ 2 ഇലക്ട്രോഡ് വേണം, ആനോഡ് കാഥോഡ്. ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ആനോഡിലാണ് നമുക്ക് ഈ പറയുന്ന ഈഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡെപ്പോസിറ്റായി കിട്ടുന്നത്. സോ നമുക്ക് സ്റ്റെപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ നമുക്ക് പ്രോഡക്റ്റ്, എങ്ങനെയാണ് ഈ റിയാക്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിയാക്ഷൻ എൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിൻ്റെ സ്റ്റെപ്പ് വൈസ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നമ്മൾ എടുത്തു. CH3 COON പ്ലസ് മൈനസ് ഇത്രയേ ഉള്ളൂ. അക്വസ് സൊല്യൂഷനിൽ എപ്പോഴും ഇത് സോഡിയം സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് അത് അയണൈസ് ചെയ്തിട്ട് CH3 COO- Na+ഉം ആയിട്ട് 2 തന്നെ നിൽക്കും. അയണൈസ് ചെയ്യുന്നു. അക്വസ് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അയണൈസ് ചെയ്ത രൂപത്തിലായിരിക്കും ഇത് സൊല്യൂഷനിൽ നിൽക്കുന്നത്. സോ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല. സിമ്പിൾ NaCl സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിബിളി നമുക്ക് എഴുതാൻ പറ്റും. Na+Cl- ഇത് അയണൈസ് ചെയ്തപ്പോഴും നിൽക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സോ
സോ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം എന്താണ്. സോ അത് നമുക്ക് പറയാൻ പറ്റും അറ്റ് ആനോഡ്. ഞാൻ പറഞ്ഞ ആനോഡിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അറ്റ് ആനോഡ് നമുക്ക് റിയാക്ഷൻ നോക്കാം. ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും. ഇതൊരു ജനറൽ ടിപ്പാണ്. ജനറൽ ടിപ്പെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ ഇത് ആനോഡും കാഥോഡും വെച്ചുള്ള ഇലക്ട്രോലൈസിസ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് തന്നെ ആനോഡിനും കാഥോഡിനും നടക്കുന്ന റിയാക്ഷൻ നമുക്ക് ഓർത്തിരിക്കാം. പെട്ടെന്ന് മറന്നു പോകും. ചിലപ്പോൾ ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്തുവാ, ചിലപ്പോൾ ഡെഫിനിഷൻ്റെ ബേസിൽ ഓർത്തിരിക്കാൻ മറന്നു പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഒരു ഫോർമുല പോലുണ്ട്. നമുക്കിങ്ങനെ എഴുതാം. OACR. ഇത് മറന്നു പോകാതിരിക്കുക. OACR മീൻസ് ഓക്സിഡേഷൻ അറ്റ് ആനോഡ്, കാഥോഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ അറ്റ് ആനോഡ്, കാഥോഡ് റിഡക്ഷൻ. ഇത്രയും മനസ്സിൽ വെക്കുക. ഓക്സിഡേഷൻ, ആനോഡ്, കാഥോഡ് റിഡക്ഷൻ. OACR സിമ്പിൾ. സോ അറ്റ് ആനോഡ് ഞാൻ പറഞ്ഞു അവിടെ റിഡക്ഷൻ റിയാക്ഷനാണ്, ഓക്സിഡേഷൻ റിയാക്ഷനിലാണ് നടക്കുന്നത്. ഇലക്ട്രോലൈസിസ് ആയതുകൊണ്ട് ഓക്സിഡേഷൻ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. അയണൈസ് ചെയ്തിരിക്കുന്ന CH3 അസറ്റേറ്റ് അയോൺ, അതിനെ പറയുന്നതാണ് അസറ്റേറ്റ് അയോൺ. അസറ്റേറ്റ് അയോണാണ്. അസറ്റേറ്റ് അയോണിൽ നിന്ന് 2 മോളുണ്ട്. എപ്പോഴും 2 മോളുണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തത് 2 മോളായിരുന്നു. സോ അസറ്റേറ്റ് അയോണിനെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് 2 ഇലക്ട്രോൺ പോവുക, -2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 2 CH3 C ഡബിൾ ബോണ്ട് O അസറ്റേറ്റ് അയോണിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഇവിടെ എപ്പോഴും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ കാണും. സോ അതിൽ നിന്ന് ഇവിടുന്ന് ഒരു മൈനസും ഉണ്ട്. അതിൽ നിന്നൊരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ. എന്തുകൊണ്ട് ഇതിൻ്റെ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ് ദിസ്, ഈ ഒരു ഇലക്ട്രോൺ അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്രീ റാഡിക്കലിൽ എങ്ങനെ ഉണ്ടാകുന്നതെന്നും എല്ലാം ബേസിക്കലി നമ്മൾ ഓർഗാനിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവിടുന്ന് ഈ കാർബൺ ഇവിടുന്ന് ബ്രേക്ക് ആയിട്ട് 2 CH3 റാഡിക്കൽ പ്ലസ് CO2, അവിടുന്ന് CO2 ഗ്യാസ് ഇവോൾവ് ആയിട്ട് 2 CH3 ഇങ്ങനെ റാഡിക്കൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ മീഥൈൽ റാഡിക്കൽ എന്ന് പറയും. ഞാൻ മുമ്പേ പറഞ്ഞു CH3 ഒരു ബോണ്ട് വന്നു കഴിഞ്ഞാൽ വാലൻസി കംപ്ലീറ്റ് ആകാൻ നിൽക്കുകയാണ്, അതിനെ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഫ്രീ റാഡിക്കൽ ആയതുകൊണ്ട് തന്നെ മീഥൈൽ ഫ്രീ റാഡിക്കൽ എന്ന് നമുക്ക് പറയാം. മീഥൈൽ ഫ്രീ റാഡിക്കൽ, FR ഫ്രീ റാഡിക്കൽ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആനോഡ് കിട്ടിയത് അയണൈസ് ചെയ്ത് നിൽക്കുന്ന അസറ്റേറ്റ് അയോൺ ഉണ്ട്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയപ്പോഴത്തേക്ക് നമുക്ക് അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ കിട്ടി. അവിടുന്ന് ഡയറക്റ്റ് മീഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. ആ സ്റ്റെപ്പ് ഒരു ഒറ്റ സ്റ്റെപ്പിലാണ് അത് പോകുന്നത്. ഇനി നടക്കുന്നത് 2 CH3 ഫ്രീ റാഡിക്കൽ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഒരു CH3 ഫ്രീ റാഡിക്കലും പ്ലസ് മറ്റേ CH3 ഫ്രീ റാഡിക്കലൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റാണ് CH3 ഈത്തൈൻ. നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട സാധനം കിട്ടി. എന്ത്? 2 മീഥൈൽ റാഡിക്കൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അത് രണ്ടും കൂടെ ചെന്നൊരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഫോർമേഷൻ അവിടെ നടന്നു, ഒരു ആൽക്കേൻ ഉണ്ടായി. ഹയർ ആൽക്കേനായിട്ടുള്ള ഈത്തൈൻ നമുക്ക് അവിടെ കിട്ടി. സോ ആനോഡിൽ ഇത്ര റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പം ആനോഡിൽ നമുക്ക് കിട്ടിയ എന്താണ്? ഈ ഒരു പ്രോഡക്റ്റും കിട്ടി, ഒരു ബൈ പ്രോഡക്റ്റും കിട്ടി. CO2 അവിടെ ലിബറേറ്റ് ആയി പോകുന്നുണ്ട്. സോ നമുക്കിനി നോക്കേണ്ടത് കാഥോഡിൽ എന്താ നടക്കുന്നത്. ആനോഡുള്ള റിയാക്ഷൻ നമുക്ക് മനസ്സിലായി, കാഥോഡിൽ എന്താ നടക്കുന്നത്. അപ്പോൾ ആനോഡൽ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. കാർബൺ ഡയോക്സൈഡ് അവിടെ ഗ്യാസായിട്ട് പോയി, ഇവിടെ ഈതൈനും ഗ്യാസായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇലക്ട്രോളൈസിസ് അവിടെ ആനോഡിൻ്റെ അവിടെയാണ് നമുക്ക് ബബിളായിട്ട് ഈതൈൻ കിട്ടുന്നത്. സോ അറ്റ് കാഥോഡ് ഇപ്പോൾ ആനോഡിക് റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അറ്റ് കാഥോഡ് ഇവിടെ ഇടുക. അറ്റ് കാഥോഡിൽ എന്തായിരിക്കും നടക്കുന്നത്? സോ നമ്മളെപ്പോഴും അക്വസ് സൊല്യൂഷൻ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോഴത്തേന് വാട്ടർ എന്തായാലും കാണും. വാട്ടർ പ്ലസ് അവിടെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രോണായിട്ട് റിയാക്ട് ചെയ്ത് OHഉം
പ്ലസ് എച്ച് റാഡിക്കലും ആവുന്നു. ഒരു എച്ച് റാഡിക്കലും വേറൊരു എച്ച് റാഡിക്കലും കൂടെ റിയാക്ട് ചെയ്ത് H2 ഗ്യാസ്. സോ ഇവിടെ നമുക്ക് ബൈ പ്രോഡക്റ്റായിട്ട് H2. അപ്പോൾ നമുക്കുള്ള ബൈ പ്രോഡക്റ്റുകളൊക്കെ കിട്ടി. H2 ഗ്യാസ് അവിടെ കിട്ടി. അതാണ് കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ. സോ ആനോഡ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റും കിട്ടി, കാഥോഡ് നമുക്ക് ഹൈഡ്രജൻ കിട്ടി. ഹൈഡ്രജൻ നമ്മൾ അവിടെ ബൈ പ്രോഡക്റ്റായിട്ട് എഴുതുന്നെങ്കിൽ പോലും നമുക്ക് അതിനെ യൂസ്ഫുള്ളായിട്ട് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനെ ഫ്യൂവലായിട്ട് പിന്നീട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതാണ് കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ആൽക്കൈനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് സിന്തസൈസ് ചെയ്തെടുക്കാം. ഇച്ചിരി 2-3 സ്റ്റെപ്പിൽ പറയുന്നുണ്ടെങ്കിൽ പോലും സിമ്പിളാണ്. ഏതെങ്കിലും ഒരു അക്വ സൊല്യൂഷൻ എടുക്കുക, സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതിൻ്റെ അക്വ സൊല്യൂഷൻ എടുക്കുക, അതിനെ ഇലക്ട്രോളിസിസ് നടത്തുക. നമുക്ക് കിട്ടുന്നത് ഹയർ ആയിട്ടുള്ള അതിൻ്റെ ആൽക്കൈൻ. ഇവിടെയും നമുക്ക് ഈവൻ നമ്പറിലുള്ള ആൽക്കൈൻസാണ് ഇവിടെ കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മീൻസ് എപ്പോഴും ഇവിടെ 2 മോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ CO പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നത് 2 എടുക്കുമ്പോഴത്തേന് ഒരു കാർബൺ അടുത്ത കാർബണായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ 2 കൂടെ ഫോം ചെയ്യുമ്പോഴത്തേന് 2 കാർബണുള്ള ഈതേനായിട്ടുള്ള മീൻസ് 2 കാർബണുള്ള ആൽക്കൈൻ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്കൊരു ചോദ്യം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥേൻ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിലൂടെ സിന്തസിസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം, ഇപ്പോൾ ഈഥേൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ ഏതെങ്കിലും ഒരു സോൾട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 2 കാർബണുണ്ട്. പോരത്തിന് അത് 2 മോൾ എടുക്കണം. 2 മോൾ എടുത്താൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. കാരണം ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് 2 ഫ്രീ റാഡിക്കൽ ചേർന്നാണ്, 2 മീഥൈൽ ഫ്രീ റാഡിക്കൽ ചേർന്നാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് വഴി മീഥൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മീഥൈൻ്റെ അകത്ത് 1 കാർബണേ ഉള്ളൂ. അവിടെ വേറെ ഏത് കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട് എടുത്താലും അവിടെ എന്തായാലും 2 കാർബണിൻ്റെ ഫ്രീ റാഡിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2-2 ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മീഥൈൻ ആകത്തില്ല. മീഥൈൻ്റെ അകത്ത് 1 കാർബണേ പറ്റത്തുള്ളൂ. അവിടെ 2 ഫ്രീ റാഡിക്കൽ ജോയിൻ ചെയ്ത് അവിടെ ഒരു ആൽക്കൈൻ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ മീഥൈൻ്റെ കേസിൽ പോസിബിൾ അല്ല. സോ മീഥൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ആൽക്കൈനെ ഈ മെത്തേഡ് വഴി സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയേ ഉള്ളൂ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. സോ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ് മീൻസ് ഹൈഡ്രോകാർബൺസിൻ്റെ കീഴിൽ വരുന്ന സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലെ ആൽക്കൈൻസിനെ സിന്തസിസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്, ഫ്രം കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ് തന്നെ 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. ഒരു നെയിംഡ് റിയാക്ഷൻ അല്ല കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. പിന്നെ ജനറലി ഏതെങ്കിലും ഒരു സോൾട്ടോ പൊട്ടാസ്യം സോൾട്ടോ എടുക്കുക, അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുക. എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക? സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോഴത്തേക്ക് സോഡ ലൈമും സോഡിയം സോൾട്ടോ കാർബോക്സിലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആൽക്കൈൻ കിട്ടും, 1 കാർബൺ. പക്ഷേ പേരൻറ്റ് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് 1 കാർബൺ കുറവായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് വരുന്ന ആൽക്കൈൻ. പക്ഷേ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ അങ്ങനെയല്ല. ഈവൻ നമ്പറുള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൻ ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്. മീൻസ് എപ്പോഴും അവിടെ 2 ആൽക്കിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആനോഡിൽ നടക്കുന്ന സ്റ്റെപ്പിൽ എപ്പോഴും 2 ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നുണ്ട്. അതെന്തായാലും ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈവൻ നമ്പറായിട്ടുള്ള ആൽക്കൈൻസ് അവിടെ കിട്ടുന്നുള്ളൂ. സോ അതാണ് ഇവിടുത്തെ പ്രത്യേകത.